കൊണ്ടോ കൗമാര കൗതുകം കൊണ്ടോ ഒരു പരിഹാസച്ചിരിയാൽ അവർക്കു ലഭിച്ചത് നിത്യ കണ്ണീർ പുഴകൾ മാത്രം. പണ്ടവരിൽ മൂന്നാമന്റെ ഭാര്യയായവൾ 5 പേരോടൊപ്പം ഭവനത്തിലെത്തിയപ്പോൾ, അമ്മേ, ഞങ്ങൾക്കിന്നൊരു സമ്മാനം കിട്ടിയെന്ന ഒരുവന്റെ മൊഴിക്കുത്തരം പങ്കിട്ടെടുത്തോളൂ 5 പേരുമെന്ന് കുന്തിതൻ കൗശലമൊഴി. വാതിൽ തുറന്നു പുറമെ എത്തിയപ്പോൾ അമ്പരപ്പാൽ കുന്തി പറഞ്ഞത്രേ, ഹോ, എത്ര കഷ്ടം, പാവം, ഭിക്ഷയെന്നറിയാതെ ചിന്തയില്ലാതെ ഞാൻ മൊഴിഞ്ഞ വാക്കുകൾ വാക്കിനി എങ്ങനെ മാറ്റും? ഉത്തമ കുലസ്ത്രീ ഉചിതമല്ലീശ്വര. മക്കളെ പൊറുക്കുക, അമ്മതൻ വാക്കിനെ സ്വീകരിച്ചിടുക, സ്വരുമയാ ജീവിച്ചിടുക. കഷ്ടം ഉള്ളുനൊന്നു പിടഞ്ഞവൾ ഒരു മാത്ര നേരം ദ്രൗപദി. ഇവർ സ്ത്രീയോ 5 പേരൊരുവന്റെ ഭാര്യയെ 5ആയി പകുക്കുവാൻ പറയുവാൻ എങ്ങനെ കഴിയും? പെണ്ണായി പിറന്ന മറ്റൊരുവൾക്ക് ഈ വിധം ആകുലത നിറയുന്ന നേരവും കണ്ടവൾ അർജുനനൊഴികെ മറ്റു 4 മുഖങ്ങളിൽ പുഞ്ചിരി തൂവുന്നതും അന്നേ അറിഞ്ഞവൾ ചതിവിന്റെ പാഠം. അന്നേ അറിഞ്ഞവൾ ചതിവിന്റെ പാഠം. മോഹിച്ച പെണ്ണിന്റെ പേരിൽ തങ്ങളിൽ സോദര കടകൾ ചീടാതിരിപ്പാൻ അമ്മയാം കുന്തി കണ്ടോരു മാർഗം. കപടതയുടെ ചൂതാട്ടം അന്നേ അറിഞ്ഞവൾ പിന്നെ എപ്പോഴോ ചൂതാട്ടക്കരുവായി മാറിയതും വിധിയോ ശാപമോ. സ്വമാത, ഭാര്യമാത, ഗുരുഭക്തി, ഭൂമാത, ജ്യേഷ്ഠഭക്തി, ഈ വിധം പഞ്ചമാതാക്കളെന്നതു സത്യമാകെ. ധർമ്മപുത്രർക്കു ഭാര്യയായാൽ അനുജന്മാർ 4 അമ്മതൻ സ്ഥാനം തനിക്ക്. കൃഷ്ണ, കൃഷ്ണ, എന്തു പറയേണ്ടു മഹാപ്രഭു? ഉള്ളുരുവിൽ പ്രാർത്ഥിച്ചവൾ പിന്നെയും എത്രയോ ജീവിത നാടക വേഷങ്ങളാടി. ഭർത്താക്കന്മാർ 5 പേരുണ്ടായിട്ടും പണയം പണ്ടമാകേണ്ടി വന്നവൾ പറയുവാനിനിയുമേറെയുണ്ടല്ലോ. വാക്കുകൾ കൊണ്ടു കസത്തു കാട്ടൂ, കർമ്മത്തിലെത്തുമ്പോൾ നിശബ്ദരായിടും. വാക്കുകൾ കൊണ്ട് കസത്തു കാട്ടുവോ, കർമ്മത്തിലെത്തുമ്പോൾ നിശബ്ദരായിടും. ഇന്നും തുടരും പ്രതിഭാസം ഇങ്ങനെ. എത്രയോ ദ്രൗപദികൾ പിന്നെയും പിറവി കൊണ്ടീ മണ്ണിൽ. എത്രയോ ദ്രൗപദികൾ പിന്നെയും പിറവി കൊണ്ടു ഈ മണ്ണിൽ.
നന്ദി, നമസ്കാരം.